വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെർണോളി, ബൈനോമിയൽ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ഇതൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ബാക്കി ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ പോസിബിൾ ഔട്ട്കംസിനും ഒരേ പ്രോബബിലിറ്റി ഉള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഇൻ സിമ്പിൾ വേർഡ്സ്, എവ്രി ഔട്ട്കം ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറിങ്. ഫോർ എക്സാമ്പിൾ, ഒരു ഡൈസ്, അതായത് ഒരു ഫെയർ ഡൈസ് റോൾ ചെയ്യുന്നു എന്ന് കരുതുക. ഫെയർ ഡൈസ് എന്ന് പറയുന്നത് എല്ലാ 6 ഫേസസിനും ഒരേ ചാൻസ് ഉള്ള ഒരു നോർമൽ ഡൈസാണ്. അതുകൊണ്ട് തന്നെ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ എല്ലാ ഔട്ട്കംസിനും 1/6 പ്രോബബിലിറ്റി ആണെന്ന് നമുക്കറിയാം. ഇതിൽ ഒരു ഔട്ട്കമ്മിനും മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ചാൻസ് ഇല്ല. എല്ലാത്തിനും ഒരു ഫെയർ ചാൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആയിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് റോളിങ് എ ഫെയർ ഡൈ എന്നുള്ളത്. ഇവിടെ എന്താ നടക്കുന്നത്? നമ്മളൊരു ഫെയർ ഡൈ റോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഓരോ നമ്പേഴ്സ് വീഴാനും ഒരേ ചാൻസാണുള്ളത്. സെക്കൻഡ് വണ്ണാണ് പിക്കിങ് എ റാൻഡം കാർഡ്. അതായത് നന്നായിട്ട് ഷഫിൾ ചെയ്ത ഡെക്കിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ എടുക്കുമ്പോൾ ഓരോ കാർഡിനും അവിടെ ഈക്വൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വരുന്ന വേറൊരു എക്സാമ്പിളാണ് റാൻഡം ലോട്ടറി നമ്പർ സെലക്ഷൻ. ഇതിലും എന്താണ്? ഓരോ നമ്പറിനും ഒരേ ചാൻസ് ആണ് അവിടെ വരുന്നത്. സോ വെൻ അവർ ഓൾ പോസിബിൾ ഔട്ട്കംസ് ഹാവ് ആൻ ഈക്വൽ പ്രോബബിലിറ്റി വി ക്യാൻ യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മിക്ക വാല്യൂസും ആവറേജ് വാല്യൂസാണ്. അതായത് മീനിൻ്റെ അടുത്താണ് ഉണ്ടാവുക. വളരെ കുറച്ച് വാല്യൂസ് മാത്രം ആവറേജിൽ നിന്ന് വളരെ കുറവും അല്ലെങ്കിൽ വളരെ കൂടുതലും ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് ഒരു ബെല്ല് പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബെൽ കർവ് എന്നും വിളിക്കുന്നത്. ഇനി ഈ ഗ്രാഫ് നമുക്ക് നോക്കാം. ഗ്രാഫിൻ്റെ നടുക്കുള്ള പോയിൻ്റാണ് മീൻ എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ തന്നെ മീഡിയനും മോഡും ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിവിടെ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് എന്ന് പറയാം. ഈ മിഡിൽ പാർട്ടിലാണ് കർവ് ഏറ്റവും ഉയരമുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വാല്യൂസ് ആവറേജിൻ്റെ അടുത്താണ് ഉള്ളതെന്നാണ്. ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും കർവ് താഴേക്ക് വരുന്നത് നമുക്ക് കാണാം. അതായത് ഇവിടെ ആവറേജിൽ നിന്നും വളരെ ദൂരെയുള്ള വാല്യൂസ് കുറവാണ്. ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. മോസ്റ്റ് വാല്യൂസ് ആർ നിയർ ദ മീൻ. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇതിൻ്റെ ഷേപ്പ് ബെൽ ഷേപ്ഡ് കർവാണ് എന്നുള്ളത്. അത് നമ്മൾ ഗ്രാഫിൽ കണ്ടതാണ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് സിമെട്രിക്കൽ ആണ്. അതായത് മീനിൻ്റെ 2 സൈഡും ഓൾമോസ്റ്റ് ഒരേ ഷേപ്പായിരിക്കും. നമ്മൾ ഗ്രാഫിൽ കണ്ടതാണല്ലോ. ഇനി തേർഡ് പോയിൻ്റാണ് മീൻ, മീഡിയൻ, മോഡ്. ഇത് മൂന്നും ഒരേ പോയിന്റിലാണ്. അതും നമ്മൾ ഗ്രാഫിൽ കണ്ടതാണ്. അതുപോലെ മോസ്റ്റ് വാല്യൂസ് ആർ കോൺസെൻട്രേറ്റഡ് അറൗണ്ട് ദി മീൻ. മീനിൽ നിന്നും ദൂരേക്ക് പോകുമ്പോൾ വാല്യൂസിൻ്റെ എണ്ണം കുറഞ്ഞു വരും. അതായത് മോസ്റ്റ് വാല്യൂസ് എവിടെയാണ്? ആവറേജിൽ തന്നെയാണ് കാണുന്നത്. അതാണ് ഇവിടെ ലാസ്റ്റ് 2 പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ് വാല്യൂസ് ആർ നിയർ ദ മീൻ, ഫ്യൂവർ വാല്യൂസ് അറ്റ് ദി എക്സ്ട്രീംസ്. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്സ് എടുത്താൽ മിക്ക സ്റ്റുഡൻസും ആവറേജ് മാർക്സ് ആയിരിക്കും സ്കോർ ചെയ്യുന്നത്. വളരെ കുറച്ച് പേര് മാത്രം വളരെ ഹൈ അല്ലെങ്കിൽ. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് നോക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്സ് എടുത്താൽ മിക്ക സ്റ്റുഡൻസും ആവറേജ് മാർക്സ് ആയിരിക്കും സ്കോർ ചെയ്യുന്നത്. വളരെ കുറച്ച് പേര് മാത്രം വളരെ ഹൈ അല്ലെങ്കിൽ വളരെ ലോ മാർക്സ് സ്കോർ ചെയ്യും. അതുപോലെ ഹ്യൂമൻ ഹൈറ്റ് നോക്കിയാലും മിക്ക ആളുകൾക്കും ഒരു ആവറേജ് റേഞ്ചിലായിരിക്കും ഹൈറ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ IQ സ്കോഴ്സും ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റ്സും സാധാരണയായിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ എറേഴ്സും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാറുണ്ട്. So whenever most values are around the average and only a few values are very high or very low, that data often follows a normal distribution.
ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ 5 ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു ക്വിക്ക് കമ്പാരിസൺ നോക്കാം. ബെർണോളി സിംഗിൾ ട്രയലിൽ 2 ഔട്ട്കംസ് മാത്രമുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി ബൈനോമിയൽ എന്ന് പറഞ്ഞാലോ, റിപ്പീറ്റഡ് ബെർണോളി ട്രയൽസിൽ ഫിക്സഡ് നമ്പർ ഓഫ് സക്സസസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നു. പോയിസണിൽ ഫിക്സഡ് ടൈം അല്ലെങ്കിൽ സ്പേസിൽ എത്ര ഇവൻറ്റ്സ് സംഭവിക്കുന്നു എന്നത് മെഷർ ചെയ്യുന്നു. യൂണിഫോമിൽ എല്ലാ ഔട്ട്കംസിനും ഒരേ പ്രോബബിലിറ്റി ആണ്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വന്നാലോ, അവിടെ മിക്ക വാല്യൂസും മീനിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതിന് ബെൽ ഷേപ്ഡ് കർവ് ഉണ്ട്. എക്സാമിന് മേ ബി ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെ കീ ഐഡിയയും അതിൻ്റെ എക്സാമ്പിൾസും നന്നായി ഓർത്ത് വയ്ക്കുക. ഈ ടേബിളും നല്ലോണം പഠിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ താങ്ക് യു ഓൾ.